കോർപ്പറേറ്റുകളിൽ നിന്നും ബോണ്ട് വഴി ബി ജെ പിക്ക് 8,451 കോടി രൂപയും കോൺഗ്രസിന് 1,951 കോടി രൂപയുമാണ് ലഭിച്ചത്. കോൺഗ്രസ് നേതാവും എം പിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് റോബർട്ട് വധേര. ഹരിയാനയിലെ ഭൂമി ഇടപാട് അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് ഇലക്ടറൽ ബോണ്ടിലൂടെ വിവിധ ഘട്ടങ്ങളിലായി 170 കോടി രൂപ ബി ജെ പിക്ക് നൽകിയത്. കോൺഗ്രസും ബി ജെ പിയും അന്തർധാരയിലാണെന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ ഇലക്ടറൽ ബോണ്ട് നിയമനിർമ്മാണത്തിനു വേണ്ടി ബി ജെ പി പരിശ്രമിച്ചപ്പോൾ മുതൽ പാർലമെന്റിനകത്തും പുറത്തും ജുഡീഷ്യറിയിലും അതിനെതിരെ സമരം ചെയ്ത പാരമ്പര്യമാണ് എൽ ഡി എഫിനുള്ളത്, രാജ്യത്തിലെ CPIM, CPI തുടങ്ങിയ പാർട്ടികൾക്കുള്ളത്. കോൺഗ്രസ് ആവട്ടെ ബി ജെ പി നിയമം കൊണ്ടുവരുമ്പോൾ പാർലമെന്റിൽ മിണ്ടിയില്ല. അതും ഒരു ഡീല് തന്നെയാണ്. നിയമ നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി CPIMൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇലക്ടറൽ ബോണ്ടിനെതിരെ കേസ് ഫയൽ ചെയ്തതിൻ്റെ ഫലമായി സുപ്രീം കോടതി ഒടുവിൽ ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കുകയുണ്ടായി. അപ്പോൾ ഡീല് പണത്തിൻ്റെ കാര്യത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ട് എന്ന് വ്യക്തമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിലാണ് സംസാരിച്ചത്. LDF സർക്കാരിനെ താഴെ ഇറക്കുകയാണ് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. അതാണ് അവർ തമ്മിൽ ഉണ്ടാക്കിയ ഡീൽ. എന്നാൽ LDF ജനങ്ങളുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മതനിരപേക്ഷ വികസിത കേരളം ഉണ്ടാക്കുമെന്നുള്ള ഡീലാണ്, മറ്റൊരു ഡീലുമല്ല. ആ വാഗ്ദാനം, ജനങ്ങളുമായി ഉണ്ടാക്കിയ ഡീൽ ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കി വരുന്നുണ്ട്. അതാണ് 62 ലക്ഷം പേർക്ക് കുടിശ്ശികയില്ലാതെ പെൻഷൻ നൽകുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് കാരണം. ലൈഫ് മിഷനിലൂടെ 5 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതർക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുത്തതാണ് ആ ഡീല്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷം എന്നതാണ് ആ ഡീല്. വർഗീയ കലാപങ്ങളില്ലാത്ത നാടാക്കി കേരളത്തെ തുടരാൻ സൗകര്യമുണ്ടാക്കുന്നതാണ് ആ ഡീല്. ചുരുക്കത്തിൽ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ളതാണ് ആ ഡീൽ. എന്നാൽ UDF അധികാരത്തിൽ വന്നാൽ വികസനമുണ്ടാവില്ല, ക്ഷേമമുണ്ടാവില്ല, ഇരുണ്ട കാലമായിരിക്കും. ഇതൊക്കെ ജനങ്ങൾക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നുണകൾ വിളമ്പുന്നത്, വാഗ്ദാനങ്ങൾ നാടാകെ വിതറാൻ പരിശ്രമിക്കുന്നത്.